Okay, biomass conversion technology. Biomass conversion technology. It is mainly four types: physical methods, incineration, thermochemical methods, thermobiology, etc. So, in physical methods, there are different types of biomass conversion technologies like pelletization, briquetting, trans-esterification, fuel extraction, etc. So, വാട്ട് യു മീൻ ബൈ പെല്ലറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വേസ്റ്റ് വുഡിനെ നമ്മൾ പൾവറൈസ് ചെയ്ത് ഉണക്കി അതിനെ പെല്ലറ്റ്സ് ആക്കി മാറ്റുക. ഓക്കെ, നമുക്ക് കാറ്റിൽ ഫീഡ്സ് ഒക്കെ കാണാമല്ലോ, അതുപോലെ ഈ വേസ്റ്റ് വുഡ്സിനെ അപ്പം നമുക്ക് സോ മില്ലിലും അങ്ങനെയുള്ള ഇടത്തൊക്കെ ഒരുപാട് വേസ്റ്റ് വുഡ്സ് കാണും. അതിനെല്ലാം പൾവറൈസ് ചെയ്ത്, അതായത് അരിഞ്ഞ് അല്ലെങ്കിൽ അതിനെ ചെറിയ ചെറിയ തരികളാക്കി അതിനെ ഉണക്കി ഹൈ പ്രഷർ ഉപയോഗിച്ച് പെല്ലറ്റ്സ് ആക്കി മാറ്റുക. അതാണ് പെല്ലറ്റൈസേഷൻ. ഇറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഫിസിക്കൽ മെത്തേഡ്. ആൻഡ് ബ്രിക്വിറ്റിംഗ്, വാട്ട് യു മീൻ ബൈ ബ്രിക്വിറ്റിംഗ്? ഇതെന്ന് പറഞ്ഞാൽ അണ്ടർ ഹൈ പ്രഷർ, ഹൈ കംപ്രഷൻ ആൻഡ് സ്ക്വീസിങ്, അതായത് പിഴിഞ്ഞെടുക്കുക. അതിനെ ഒരു വുഡിനെ നമ്മൾ ശരിക്കും അതിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ പിഴിഞ്ഞ് അതിനകത്തുനിന്ന് മോയ്സ്ചർ കണ്ടൻസ് എല്ലാം റിമൂവ് ചെയ്യുക, വാട്ടർ കണ്ടൻസിനെ റിമൂവ് ചെയ്യുക. ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ബ്രിക്വിറ്റിംഗ്. പിന്നെ അടുത്ത് പറഞ്ഞാൽ ട്രാൻസെസ്റ്ററിഫിക്കേഷൻ. അതായത് ഗ്ലിസറിൻ സെപ്പറേറ്റഡ് ഫ്രം ആനിമൽ ഫാറ്റ് ഓർ വെജിറ്റബിൾ ഓയിൽ ടു ഗെറ്റ് മീഥൈൽ ഈഥൽ എസ്റ്റേറ്റ്സ് ഫ്രം സീഡ്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, ലീവ്സ്. അതിനെ പറയുന്നതാണ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ. ഗ്ലിസറിൻ സെപ്പറേറ്റഡ് ഫ്രം animal fat or vegetable oil to get methyl or ethyl esters from seeds, nuts, fruits, leaves. പിന്നെ fuel extraction. Milky latex of plants used to extract hydrocarbons, Euphorbia lateris, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അത് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ സെപ്പറേറ്റ് ആയിട്ട് വിശദീകരിച്ച് പഠിക്കുക. എന്താണ് ഫ്യൂവൽ എക്സ്ട്രാക്ഷനും ട്രാൻസെസ്റ്ററിഫിക്കേഷനും ബ്രിക്വിറ്റിങ്ങും പെല്ലറ്റൈസേഷനും ഒക്കെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ ഈസ് വെരി ഈസി. ഡയറക്റ്റ് കമ്പസ്റ്റൻ ഓഫ് ദാറ്റ് ബയോമാസ്, അതന്നെ പറയുന്നതാണ് ഇൻസിനറേഷൻ. ഇപ്പോൾ നമ്മുടെ വുഡ് വേസ്റ്റ് ആയാലും അതിനെല്ലാം ഡയറക്റ്റായിട്ട് കത്തിക്കുവാണെങ്കിൽ അതിനെ ഒരു പേരിട്ട് വിളിക്കും, ഇൻസിനറേഷൻ. ദെൻ തെർമോകെമിക്കൽ മെത്തേഡ്സ്, അത് പല ടൈപ്പ് ഉണ്ട്. പൈറോളിസിസ്, ഗ്യാസിഫിക്കേഷൻ, കാർബണൈസേഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദീകരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ഇതെല്ലാം അണ്ടർ ദി ഇൻ ദി ആബ്സെൻസ് ഓഫ് എയറിൽ വെച്ചാണ് നടത്തുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. പൈറോളിസിസ് ആയാലും ഗ്യാസിഫിക്കേഷൻ ആയാലും കാർബണൈസേഷൻ ആയാലും പഠിക്കുന്നതാണ്. അപ്പം അണ്ടർ ദി ആബ്സെൻസ് ഓഫ് എയർ നമ്മൾ ഈ വേസ്റ്റിനെ എല്ലാം ചൂടാക്കുക, ബോയിൽ ചെയ്യിക്കുക. അപ്പം ഹൈ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യാം. എബൌട്ട് 1000 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ വേസ്റ്റിനെ ബയോമാസിനെ ഹീറ്റ് ആക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഗ്യാസായിട്ട്, അതിനകത്തുള്ള ലിക്വിഡ്സ് അതെല്ലാം ഗ്യാസായിട്ട് മാറും. 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടു മച്ച് ടെമ്പറേച്ചറാണ്. at that temperature these woods or this moisture is get converted into gases, combustible gases. It may contains methane and other type of components. Okay. The carbonization means the pyrolysis under low temperature. That is called carbonization. What do you mean by pyrolysis? Heating in the absence of oxygen. That is pyrolysis. അതായത് ഓക്സിജൻ ഓർ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ നമ്മളതിനെ ചൂടാക്കുക. ഒരു ബയോമാസിനോ ഒരു ചേമ്പറിനകത്തിട്ട് ചൂടാക്കുക, ചുമ്മാ ചൂടാക്കുക. അതിന് പറയുന്ന പേരാണ് പൈറോളിസിസ്. നെക്സ്റ്റ് വൺ ഈസ് ബയോകെമിക്കൽ മെത്തേഡ്സ്. സോ അതിനകത്ത് തന്നെ എഥനോൾ ഫെർമെൻറ്റേഷൻ ഉണ്ട്, അനേറോബിക് ഫെർമെൻറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാം.
Okay. Biomass conversions is of mainly three types: direct combustion, thermochemical conversion, biochemical conversions. തെർമോകെമിക്കൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസിഫിക്കേഷൻ ആൻഡ് ലിക്വിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, ലിക്വിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ബയോമാസിനെ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ബോയിൽ ചെയ്യിക്കുക, അല്ലെങ്കിൽ ലിമിറ്റഡ് ഓക്സിജൻ സപ്ലൈയിൽ അതിനെ ഹീറ്റ് ചെയ്യുക. അതിനെയാണ് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഗ്യാസായിട്ട് പോകും. അതിനകത്ത് കണ്ടെയ്ൻസ് മീഥൈൽ ആൽക്കഹോൾ, അതായത് മെഥനോൾ ലൈക്ക് CH3OH ആൻഡ് എഥനോൾ, ആൽക്കഹോൾ തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹൈ ഹീറ്റിംഗ് വാല്യൂ ഗ്യാസായിട്ട് മാറും. ദെൻ ബയോകെമിക്കൽ കൺവേർഷൻ എന്ന് പറയുന്നത് ടു ടൈപ്സ് ഉണ്ട്. അനേറോബിക് ഡൈജഷൻസും ഉണ്ട്, ഫെർമെൻറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അനേറോബിക് ഡൈജഷൻസ് എന്ന് പറയുമ്പോൾ അതായത് മൈക്രോബിയൽ ഡൈജഷൻ ഓഫ് ബയോമാസ് ആണ്. അതായത് അനേറോബിക് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ക്യാൻ ലിവ് ആൻഡ് ഗ്രോ വിത്തൗട്ട് എയർ ഓർ ഓക്സിജൻ. ഇറ്റ് ഗെറ്റ്സ് ഓക്സിജൻ ബൈ ഡീകമ്പോസിഷൻ ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇറ്റ്. It takes place in temperature of 65 degrees Celsius and requires a moisture content at least 80%. It generates gas containing mostly carbon dioxide and methane with minimum impurities such as hydrogen sulfide, etc. The gas can be burned directly or upgraded to synthetic natural gas by removing carbon dioxide and other impurities. ഓക്കെ, ബയോകെമിക്കൽ കൺവേർഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് അനേറോബിക്കും ഉണ്ട്, ഫെർമെൻറ്റേഷൻ ഉണ്ട്. ഇപ്പം അനേറോബിക് എന്ന് പറയുമ്പം നമ്മൾ മൈക്രോബിയൽ ഡൈജഷൻസ് നടത്തും. അതിനകത്തുള്ള മൈക്രോബിയൽ ഡൈജഷൻ ആണ് നടത്തുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഈ ടെമ്പറേച്ചർ ഓഫ് 65 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ ബയോമാസിനെ അനേറോബിക് ആൻഡ് എയറോബിക് ഡൈജഷൻസ് നടത്തുന്നത്. അതിന് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ അതുപോലത്തെ ഉള്ള കോമ്പൗണ്ട്സ് ഇടും. നമുക്ക് ഈസ്റ്റ്, ബാക്ടീരിയ, എൻസൈംസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യും. അതായത് ഈ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യും. ഫെർമെൻറ്റേഷൻ ഇറ്റ് ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫെർമെൻറ്റ് സച്ച് ആസ് ഈസ്റ്റ്, ബാക്ടീരിയ, എൻസൈംസ്, എക്സെട്ര. Fermentation is well established and widely used technology for the conversion of grains, sugar crops into ethanol. ഇപ്പം നിങ്ങൾക്കറിയാം ആൽക്കഹോൾ മേക്ക് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഗ്രെയിൻസ്, അതായത് ഗോതമ്പ് അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യങ്ങളിനകത്ത് നമ്മൾ ഈസ്റ്റ് തുടങ്ങിയ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് ഒരു കണക്കിന് അത് തന്നെ ഫെർമെൻറ്റേഷൻ പറയാം. അതുപോലെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യാം. മേ ബി ആൽക്കഹോൾ ഓർ എഥനോൾ, മീഥൈൻ, മെഥനോൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പം ഇതിനെ പറയുന്ന ഇപ്പം ഈ ഫെർമെൻറ്റേഷൻ വഴി കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഗ്യാസോലിൻ ടു പ്രൊഡ്യൂസ് ഗ്യാസ് ഹോൾ, GASOHOL, ഗ്യാസ് ഹോൾ. ഇറ്റ് കണ്ടെയ്ൻസ് 90% ഓഫ് ഗ്യാസോലിൻ ആൻഡ് 10% ഓഫ് എഥനോൾ. But this process is too costly and it needs high energy to convert this biomass into gas hole. So ആൻഡ് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് നമുക്ക് വേറെയും യൂസ് ചെയ്യാം. ഗ്ലൂക്കോസ്, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് നമുക്ക് വേറെയും, അതായത് ഈ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്ന അതിൻ്റെ വേസ്റ്റ്, അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബേൺ ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വെറ്റ് പ്രോസസ്സ്
നോക്കാം. വെറ്റ് പ്രോസസ്സായിട്ട് ഏതൊക്കെയാണ് വെറ്റ് പ്രോസസ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു ബയോമാസ് കൺവേർഷനകത്ത് തെർമോ കെമിക്കൽ, അതിനകത്ത് ബയോ കെമിക്കലുണ്ട്. തെർമോ കെമിക്കലിനകത്ത് ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, ലിക്വിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, ഒരു മീഡിയം ടെമ്പറേച്ചറിലാകുമ്പോൾ എന്താണ്, അതെല്ലാം ലിക്വിഡായിട്ട് മാറും. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്താ, ഈ ലിക്വിഡ്സ് എല്ലാം ഹൈ ഗ്യാസസ് ആയിട്ട് മാറും. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് മെത്തനോൾ, മീഥേൻ എക്സെട്ര. പിന്നെ ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് അങ്ങനെയുള്ള തുടങ്ങിയ കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുമ്പം ഈ കുറച്ചുകൂടി പ്രോസസ്സിന് സ്പീഡ് കൂടും. അതുപോലെ തന്നെ അപ്പം സാധാരണ നമ്മൾ ഈ മേക്കിംഗ് ഓഫ് ആൽക്കഹോൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോൾസ് നിങ്ങൾക്കറിയാം, അത് മേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. Then what you may be wet process. A wet process is of two or three types that are anaerobic digestion, fermentation, chemical reduction തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അനേറോബിക് ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് വെറ്റ് സീവേജ് ലൈക്ക് സ്ലഡ്ജ്, ആനിമൽ ഡഗ്, ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എക്സെട്ര. അതായത് നമ്മൾ ബയോഡിഗ്രേഡേഷൻ, ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ നടത്തുകയാണ്. അതിനകത്ത് എക്സ്ട്രാ ഈസ്റ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ അതിനെ ഒരു ഗ്യാസ് പ്ലാന്റിനകത്ത് വെച്ച് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. പക്ഷേ ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 10 or more days to decompose it into fuels and some extracts. അതായത് അനേറോബിക് ഡൈജഷൻ ആകുമ്പോൾ നമുക്ക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയായിരിക്കും നടക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അനേറോബിക് ഡൈജഷനാണ് നടക്കുന്നത്. അപ്പം അതിനകത്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു മിനിമം 10 ദിവസത്തിൽ മേളിൽ വരും. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്യാസ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഇതൊന്നും കൊടുക്കുന്നില്ല, ഈസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് സ്പീഡൊന്നും കൂട്ടുന്നില്ല, മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല. ആൻഡ് നമ്മൾ ഫീഡ് ചെയ്യുന്ന അത് the natural decay process or anaerobic decomposition can be speeded by using thermally insulated or airtight tank with stir unit and heating system. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സാധാരണ ബയോഗ്യാസ് പ്ലാന്റ് തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ അതിനെ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ സ്പീഡ്, ആ ഒരു പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടത്തുള്ളൂ. നമുക്കതിൻ്റെ പ്രോസസ്സിൻ്റെ ആ എനേറോബിക് ഡീകമ്പോസിഷൻ്റെ സ്പീഡ് കൂട്ടാം. പക്ഷേ ഇതിനകത്ത് തെർമലി ഇൻസുലേറ്റ് ചെയ്യണം. അതായത് അതിനകത്തൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം, എബൌട്ട് 35 or 65 ഡിഗ്രി ഇൻ ബിറ്റ്വീൻ ദം ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ബിലോ ആയ ഈ ഡൈജഷൻസ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനെ റെഗുലർ ഇൻ്റർവെൽസിൽ അത് നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ഇപ്പം ബയോഗ്യാസ് പ്ലാന്റ്സ് ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഈ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അതിലും പറയുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആനിമൽ ഡഗ് അല്ലെ കൗ ഡഗ് വാട്ടർ മിക്സ് ചെയ്ത് അതിനകത്ത് ഇടുക. ജസ്റ്റ് നല്ലപോലെ സ്റ്റിർ ചെയ്തിട്ടേ ഇടാവുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റിർ ചെയ്യണം. 2 ആഴ്ച കഴിഞ്ഞ് അത് നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എന്ന് പറയും. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് എനേറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത്. ആൻഡ് each kilogram of organic material can be expected to yield 500 liters of biogas. And at atmospheric pressure in modern batch or continuous feed unit, the residue left after digestion is valuable fertilizer. It is also rich in protein and could be dried and used as animal feed supplement. അപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ്, അതിൻ്റെ ലെഫ്റ്റ് റെസിഡ്യൂ ആയിട്ട് വരുന്ന
റെസിഡ്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിച്ച് പ്രോട്ടീൻ റിച്ചും അതുപോലെ തന്നെ ഹൈലി റെക്കമെൻഡഡ് ഫോർ ഫുഡ് സപ്ലിമെൻറ്റ്സിനും യൂസ് ചെയ്യാം. അതായത് നമുക്ക് കാലിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനകത്ത് ഈ ബയോ മാസിനകത്ത് അല്ലെങ്കിൽ മെയിൻലി ഈ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ഓഫ് നാച്ചുറൽ ഈറ്റ്സ്, നമ്മുടെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ കരിമ്പ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഫെർമെൻറ്റേഷൻ ചെയ്യുകയാണ് ബൈ ആഡിങ് ഈസ്റ്റ് ഓർ ദാറ്റ് കൈൻഡ് ഓഫ് ബാക്ടീരിയൽസ്. ഈസ്റ്റ്, ബാക്ടീരിയ, എൻസൈംസ് തുടങ്ങിയ വെച്ച് നമ്മളതിനെ ഫെർമെൻറ്റേഷൻ നടത്തുകയാണ്. അപ്പം നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ വഴിയാണ് നമ്മൾ ആൽക്കഹോൾസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ആ ടെക്നിക്ക് തന്നെയാണ്. മറ്റേ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യുക, അത് ആൽക്കഹോൾ ബേൺ ചെയ്യുന്നതാണ് അല്ലേ? സോ ഈ വഴി നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് നമുക്ക് കിട്ടും ഒരു ഫെർമെൻറ്റേഷൻ, അതായത് അബൌട്ട് 30 hours ഓഫ് ഫെർമെൻറ്റേഷൻ we will get a beer or brew. It contains 10% alcohol and this can be readily be removed by distillation. പക്ഷേ നമുക്ക് ഷുഗർ കെയിൻ മാത്രമല്ല, നമുക്ക് മെയ്സ്, സെല്ലുലോസ്, വീറ്റ് ഗ്രെയിൻ, പൊട്ടറ്റോസ് അതെല്ലാം യൂസ് ചെയ്തും നമുക്ക് അതിൽ നിന്നെല്ലാം ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ടു അനദർ ക്യാൻ ബി യൂസ്ഡ് ആസ് കാറ്റിൽ ഫീഡ്, അതിനൊക്കെ കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇത് ഈ ഫെർമെൻറ്റേഷൻ്റെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ റെസിഡ്യൂസ്. അതും ഓൾസോ ഇറ്റ്സ് ഹൈ പ്രോട്ടീൻ കണ്ടൻ്റാണ്. അപ്പോൾ അതിനകത്തെ ഒരു പാർട്ടേ നമ്മൾ എടുത്തുള്ളൂ. പ്രോട്ടീൻസ് എല്ലാം അതിനകത്തുണ്ട്, പക്ഷേ അതിനകത്തുള്ള മെഥനോൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രോസസ്സ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ബയോഗ്യാസ് എടുത്ത് ബാക്കി പ്രോഡക്റ്റിനകത്ത് പ്രോട്ടീൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമുക്ക് കാറ്റിൽ ഫീഡിനോ എന്താണെന്ന് വെച്ചാൽ ഫുഡ് പ്രോഡക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഹാസ് കോസ്റ്റ്ലിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെരി കോസ്റ്റ്ലിയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ടെമ്പറേച്ചർ വേണം, മെയിൻറ്റെയിൻ ചെയ്യണം, കുറച്ചുകൂടി ഹൈ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ. അതിൻ്റെ കമ്പയർഡ് ടു അനേറോബിക് ഡൈജഷനെക്കാട്ടി കൂടുതൽ കെയറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പം കെമിക്കൽ റിഡക്ഷൻ. Chemical reduction is the least developed of the wet biomass conversion process. It involves pressure cooking animal waste or plant cellulose slurry with alkaline catalyst in the presence of carbon monoxide, temperatures between 250 to 400 degrees Celsius. അതൊന്നുമില്ല, നമ്മൾ പ്രഷർ ഈ ആനിമൽ വേസ്റ്റ്സ് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ വേസ്റ്റ്സ് അതിനെയെല്ലാം കൂടി നമ്മൾ ആൽക്കലൈൻ കാറ്റലിസ്റ്റ് വെച്ച് അതിൻ്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡ് ആൽക്കലൈൻ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. അതിനെ പറയുന്നതാണ് നമ്മൾ കെമിക്കൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആനിമൽ വേസ്റ്റ് ഉണ്ട്, വുഡ് വേസ്റ്റ് ഉണ്ട്, ആ തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം അതിനകത്ത് ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന ആൽക്കലൈനാണ്. അപ്പം ഇതിനെയെല്ലാം ചൂടാക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, CO. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ഗ്യാസിൻ്റെ പ്രസൻസിൽ വെച്ച് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഇതിനകത്തുനിന്ന് ബയോഗ്യാസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. Under these conditions, organic material is converted into mixture of oils and yielding approaching 50%. If the pressure is reduced, then temperature is increased. The product is high calorific value gas. Okay. നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബയോഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ കലോറിഫിക് വാല്യൂ കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി പ്രോസസ്സിൻ്റെ.
അതായത് ഈ പ്രോസസ്സിൻ്റെ പ്രഷർ കുറച്ചിട്ട് ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ബേണിങ് അല്ലെങ്കിൽ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഗ്യാസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇതെല്ലാം വെറ്റ് പ്രോസസ്സാണ്. ഇനിയാണ് നമ്മൾ ഡ്രൈ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അതായത് പൈറോളിസിസ്, അതിനകത്ത് ലിക്വിഫിക്കേഷൻ ഉണ്ട്, ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പം പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഓർ ഓക്സിജൻ. അതാണ് പൈറോളിസിസ് ഇൻ സിമ്പിളായിട്ട് പറയാം. അതിൽ തന്നെ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാം, ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യാം. ഇപ്പം ഹൈ ടെമ്പറേച്ചർ ആകുമ്പം അത് ഗ്യാസിഫിക്കേഷൻ ആയിട്ട് പോകും. അപ്പം ലിക്വിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ പൈറോളിസിസിൽ തന്നെ ഒരു മീഡിയം ടെമ്പറേച്ചർ ഇതിനെ ഇത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുകയാണ്, ചൂടാക്കുമ്പം ഇതിനകത്തുനിന്ന് വന്ന ഗ്യാസിനെ, വേപ്പറൈസിനെ കണ്ടൻസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ് ലിക്വിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇതിനെ ബേൺ ചെയ്യുക, അല്ലെ, ഇതിനെ കമ്പസ്റ്റ് ചെയ്യുക, ചൂടാക്കുക. കമ്പസ്റ്റ് ചെയ്യുകയല്ല, ഇതിനെ ഹോട്ടാക്കുകയാണ്, ഹീറ്റ് ചെയ്യുകയാണ്. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് നമ്മുടെ ഈ സ്ലറീസ് അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റിനെ എല്ലാം കൂടി, അല്ലെങ്കിൽ ഈ വേസ്റ്റ് ബയോമാസ് എന്ന് പറയുന്നതിനെ നമുക്ക് പൊതുവായിട്ട് പറയാം, ബയോമാസിനെ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അതാണ് ഡ്രൈ പ്രോസസ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, മെയിൻലി in the absence of oxygen, then we will heat it into high degrees. അപ്പം നിയർലി ഈക്വൽ ടു 1000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആക്കും. അപ്പം ആ ടെമ്പറേച്ചർ ഇത് ചൂടായിട്ട് അതിനകത്തുനിന്ന് ബയോഗ്യാസസ് എക്സ്ട്രാക്റ്റ് ചെയ്യും. ഇനി ലിക്വിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്യാസസിനെ നമ്മൾ കണ്ടൻസ് ചെയ്യുക, തണുപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ തണുപ്പിക്കാൻ നേരത്ത് തന്നെ 2 ടൈപ്പ് പ്രോഡക്റ്റ്സ് കിട്ടും. ദി അക്വസ് ഫേസും പിന്നെ നോൺ അക്വസ് ഫേസും. അതായത് അക്വസ് ഫേസ് എന്ന് പറയുമ്പം ആസിറ്റിക് ആസിഡ്, അസറ്റോൺ, മീഥൈൽ അങ്ങനെയുള്ള തുടങ്ങിയ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് ഈ തണുപ്പിക്കുന്നതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെ ടൈപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ, ടാറ് തുടങ്ങിയ ലിക്വിഡ്സ് കിട്ടും. അതായത് ലിക്വിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പൈറോളിസിസിൽ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പൈറോളിസിസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ബയോഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ ഒബ്റ്റെയിൻ ചെയ്യുന്ന ബയോഗ്യാസിനെ നമ്മൾ കണ്ടൻസ് ചെയ്യും, തണുപ്പിക്കുമ്പോൾ 2 പ്രോഡക്റ്റ്സ് ഉണ്ടാകും. അതിന് പൊതുവെ പറയുന്ന പേര് വൺ ഈസ് അക്വസ് ഫേസും AQUEOUS aqueous phase and another one is non aqueous phase. അപ്പോൾ ഈ അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറയുന്നത് ആസിഡ്സ് ആണ്, അല്ലെങ്കിൽ പൈറോലിജിനിയസ് ആസിഡ്സ്, അതിന് പറയുന്ന പേരാണ് അക്വസ് ഫേസ്. അപ്പം വാട്ടർ സോല്യൂബിൾ ഓർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ്, അസറ്റോണ്, മീഥനോള്, മെഥനോൾ എന്ന് പറഞ്ഞാൽ വുഡ് ആൽക്കഹോളാണ്. അപ്പോൾ തുടങ്ങിയ പ്രോഡക്ട്സിനെ പൊതുവെ പറയുന്ന പേരാണ് നമ്മുടെ അക്വസ് ഫേസ് എന്ന് പറയുന്നത്. അതായത് വാട്ടറിൽ അലിയുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും തണുപ്പിക്കുമ്പോൾ. മറ്റൊന്ന് പറയുമ്പം ഈ ബയോഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ വേറെ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്? ടാറ്, ഓയിൽസ്, അങ്ങനെയുള്ള തുടങ്ങിയ പ്രോഡക്റ്റ്സ് കിട്ടും. അതിനെ പറയുന്ന പേരാണ് നോൺ അക്വസ് ഫ്ലൂയിഡ്സ്, അല്ലെ നോൺ അക്വസ് ഫേസ് എന്നാണ്, PHASE. ദെൻ ഗ്യാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ പൈറോളിസിസ് ഓഫ് വെറ്റ് ബയോമാസ് പ്രൊഡ്യൂസസ് ഫ്യൂൽ ഗ്യാസ് ആൻഡ് വെരി ലിറ്റിൽ ലിക്വിഡ് ആൻഡ് ഇറ്റ് ഈസ് heated up to temperature over 100 degree Celsius. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ നേരത്ത് നമ്മൾ ഒരു ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറും കൂടി കൊടുക്കും, ഓർ ഓക്സിജനും കൂടി കൊടുക്കും ഈ റിയാക്ടർ വെസലിലോട്ട്. അപ്പം ഈ ഓക്സിജൻ കടത്തി വിടുന്നതെന്ന് വെച്ചാൽ ഇതിനെ ലോ കലോറിഫിക് വാല്യൂ ഉള്ള ഗ്യാസിനെ നമ്മൾ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലോട്ട് കടത്തി വിടുന്നത്. പിന്നെ സ്റ്റീം ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, ഹൈഡ്രോജിനേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റീം ഗ്യാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ
Methane is produced directly from woody matter by treatment of high temperatures and pressures with hydrogen gas. Hydrogen can be added or more commonly generated in the reactor vessel from carbon monoxide and steam. അപ്പം ഈ സ്റ്റീം ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മീഥേനെ അല്ല ഈ ബയോമാസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ വുഡി മാറ്റേഴ്സിനെ ചൂടാക്കുമ്പോൾ നമുക്ക് മീഥേൻ കിട്ടും. അതിനകത്തോട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യും. അപ്പം അതിനകത്തുനിന്ന് ആ വെസലിനകത്ത് കാർബൺ മോണോക്സൈഡ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ബയോഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ബയോഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഏറ്റവും പെട്ടെന്ന് കത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്, അത് ബേണിങ്ങിൽ ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസാണ്. അല്ലേ? നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജൻ ഗ്യാസ് വെച്ച് യൂസ് ചെയ്ത് ഓടുന്ന വെഹിക്കിൾസ് ഉണ്ട്. അതിന് ഹൈ എന്താണ് പറയുക, മൈലേജൊക്കെ പറയും. എബോവ് 100 കിലോമീറ്റേഴ്സോ പെർ ലിറ്റർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പെട്രോളിയത്തെക്കാട്ടി ഒരുപാട് കൂടുതലാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് വെൻ ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, ഐ മീൻ കമ്പസ്റ്റൻ. നിങ്ങൾക്കറിയാം, കത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിയാക്റ്റിംഗ് വിത്ത് ഓക്സിജൻ. അതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ദെൻ എനർജി റിലീസ് ചെയ്യുന്ന ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജനാണ്. ബട്ട് ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. അതുകൊണ്ടാണ് നമ്മുടെ അറ്റ് പ്രസൻറ്റ് വല്ലാതെ യൂസ് ചെയ്യാത്തത്. പിന്നെ ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഈ അണ്ടർ ലെസ് സിവിയർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കാർബൺ മോണോക്സൈഡ് ആൻഡ് സ്റ്റീം റിയാക്ട് വിത്ത് സെല്ലുലോസ് ടു പ്രൊഡ്യൂസ് ഹെവി ഓയിൽസ്. അപ്പം നമ്മുടെ ഈ ഡ്രൈ പ്രോസസ്സിൽ തന്നെ ലോ ടെമ്പറേച്ചറിലും ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും ഈ സ്റ്റീമുമായിട്ട് ചേർന്ന്, കാർബൺ മോണോക്സൈഡും ഈ സ്റ്റീമുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഈ സെല്ലുലോസുമായിട്ടൊക്കെ ചേർന്ന് നമുക്ക് ഹെവി ഓയിൽസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഓയിൽസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് പെട്രോളിയം ഫ്യൂവൽസിന് പകരമായിട്ട് നമുക്ക് വണ്ടികളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് ഫോട്ടോസിന്തസിസ്. നമുക്കെല്ലാവർക്കും പ്രകാശ സംശ്ലേഷണം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. ഓക്കെ, അപ്പം നമുക്ക് ഈ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ സണ്ണാണ്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന എനർജിയാണ് ഇത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു സ്റ്റാർച്ചും വാട്ടറും ഒക്കെ ആക്കി മാറ്റുന്നത്, അല്ലേ? സ്റ്റാർച്ച്, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്റ്റാർച്ച് ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും, പിന്നെ ക്ലോറോഫിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഈ സോളാർ എനർജി, സണ്ണിൽ നിന്ന് വരുന്ന എനർജിയെ എത്ര ശതമാനം കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഓൺലി 1% ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് വുഡ്സ് എല്ലാം വെട്ടി അതിനെ ബേൺ ചെയ്ത് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ തെർമൽ പവർ പ്ലാന്റ്സ് റൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വളരെ ലോ ആണ്. കാരണം ഫോട്ടോസിന്തസിസ് വഴി നമ്മുടെ പ്ലാന്റ്സ് ഓൺലി 1% ആണ് സോളാർ എനർജി കൺവേർട്ട് ചെയ്യുന്നത്. ഈ 1%ൽ 0.3% മാത്രമേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഒരുപാട് ലോ ആണ് കമ്പയർഡ് ടു PV സെൽസ്, ഫോട്ടോവോൾട്ടൈക് സെല്ലുമായിട്ട്. ഫോട്ടോവോൾട്ടൈക് സെൽസിന് ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10% കിട്ടും. അപ്പം 0.3% എന്നൊക്കെ പറയുമ്പോൾ വളരെ ലോ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് വുഡ്സ്, ഇപ്പം നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ എനർജിയിലെ ആ വേവ് ലെങ്തിൽ നമുക്കറിയാം അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഡിഫറെൻറ്റ് വേവ് ലെങ്സിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് നമ്മുടെ
സൺ എന്ന് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അൾട്രാ വയലറ്റും ഉണ്ട്, ഇൻഫ്രാറെഡും ഉണ്ട്, പിന്നെ വിസിബിളും ഉണ്ട്. ഈ അൾട്രാ വയലറ്റിനെയും ഇൻഫ്രാറെഡിനെയുമാണ് നമ്മുടെ പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുന്നത് ടു കൺവേർട്ട് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് വേണ്ടി ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്ന ഈ വേവ് ലെൻസിലുള്ളതാണ്. പിന്നെ നമ്മുടെ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് വിസിബിൾ ലൈറ്റിലെ ഗ്രീൻ ലൈറ്റ് റേഡിയേഷനും ഇത് അബ്സോർവ് ചെയ്യും. അല്ലല്ല വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഓഫ് 700 ആംസ്ട്രോങ്ങിലുള്ള വേവ് ലെൻസും ഈ ഗ്രീൻ ക്ലോറോഫിൽ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അൾട്രാ വയലറ്റിനെ അബ്സോർവ് ചെയ്യും, അതുപോലെ ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള വേവ് ലെൻസിനെ ഇത് അബ്സോർവ് ചെയ്യും. അതുകൂടാതെ വിസിബിൾ ലൈറ്റിലെ വേവ് ലെൻസ് ബിലോ 700 ആംസ്ട്രോങ് ഇത്രയും വേവ് ലെൻസിലുള്ള ലൈറ്റ്സിനെ വേവ് ലെൻസിലുള്ള ലൈറ്റിനെ ഈ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം അബ്സോർവ് ചെയ്യും. നമുക്കറിയാം ഏറ്റവും പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംബു ആണ്. എബൌട്ട് ഒരു ദിവസം 1 മീറ്റർ വരെ മേ ബി അത് വളരും. അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻസ് 1 മീറ്റർ വരെ വളരുന്നുണ്ട്. അപ്പം മോർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് പ്രോസസ് ഇൻ ദാറ്റ് പ്ലാന്റ്. അതാണ് മീൻ ചെയ്യുന്നത്. അതിനകത്ത് പെട്ടെന്നായിരിക്കും, അല്ലെങ്കിൽ കൺവേർഷൻ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ കൺവേർഷനോ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രോസസ് റേറ്റും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാം. അപ്പം അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം ഫോട്ടോസിന്തസിസ് പ്രോസസ്സ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറിയാം. പ്രകാശ സംശ്ലേഷണം ഓർ ഫോട്ടോസിന്തസിസ് പ്രോസസ് ഈസ് ഡൺ അണ്ടർ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പം ലൈറ്റ് വേണം. എന്തൊക്കെയാണ് ആ പ്രോസസ്സിന് വേണ്ട ഘടകങ്ങൾ? അല്ലെങ്കിൽ ഇത് ലീഫിലാണ്, ഒരു പ്ലാന്റിൻ്റെ ലീഫിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? വാട്ടർ വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ലൈറ്റ് വേണം, ലൈറ്റ് എനർജി പ്ലസ് പിന്നെന്താ വേണം? ക്ലോറോഫിൽ, ഹരിതകം. വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ട് മാറ്റുവാണ്? ഇതിനെ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എന്തായിട്ട് മാറ്റുവാണ്? അതിനെ ഷുഗറായിട്ട് മാറ്റുക. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. H2CO into 6, it is sugar, plus O2 plus chlorophyll. ഇതാണ് അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി എഴുതാം. 6 ഇതിനെ ആ പ്രോസസ്സിനെ തന്നെ എഴുതുകയാണ്. 6CO2 plus 12H2O gives C6H12O6. This is sugar plus 6H2O. This is water plus 6O2. So oxygen is liberated at that process. എങ്ങനെയാണ് അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ലോകത്തുണ്ടാകുന്നത്, ഈ വേൾഡിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ബൈ ദി റെസ്പിറേഷൻ, അതായത് ശ്വസനം വഴി. റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ്, ഹ്യൂമൻസ് തുടങ്ങിയ കാര്യങ്ങൾ മൂലമാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മുടെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്ന ഏതിൽ നിന്നാണ്? ഈ വാട്ടർ മോളിക്യൂളിൽ നിന്നാണ് നമ്മുടെ ഈ പ്ലാന്റ്സ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്ത് വിടുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്.
ഇതിനകത്ത് പ്രോഡക്ട്സ് കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഷുഗറാണ് അതിൻ്റെ വുഡായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ എനർജിക്ക് വേണ്ടി. അപ്പം നിങ്ങൾക്കറിയാം ഷുഗറാണ് നമ്മുടെ ബോഡിയിലായാലും തന്നെ എനർജിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ഓക്സിജൻ ഈസ് ലിബറേറ്റഡ് ഫ്രം ദി H2O molecule or water molecule, not from carbon dioxide. This process is called carbon fixation or carbon assimilation. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് പറയുമ്പം റിഡക്ഷനും ഉണ്ട്, ഓക്സിഡേഷനും പ്രോസസ്സും കൂടിയാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് H2O മോളിക്യൂളുണ്ട്, അതുപോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് അത് സ്റ്റാർച്ചായിട്ട് അല്ലെങ്കിൽ ഷുഗറായിട്ട് മാറുന്നുണ്ട്. അതിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ്. ഫസ്റ്റ് ഫേസിലാണെങ്കിൽ ഈ H2O മോളിക്യൂൾ സ്പ്ലിറ്റായി അണ്ടർ ദി പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ് ഇത് സ്പ്ലിറ്റായി ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആകും. എന്നിട്ട് ഈ ഫേസിനെ പറയുന്ന പേരാണ് ലൈറ്റ് റിയാക്ഷൻ. അണ്ടർ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ കാരണമാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിൽ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ നമ്മുടെ ഇലയിൽ ക്ലോറോഫില്ലുമായിട്ട് ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് ഓക്സിജൻ പുറത്തു വിടുന്നു. എന്നിട്ട് ഈ ഹൈഡ്രജൻ പിന്നെ എന്തായിട്ട് ചേരും? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ചേർന്ന് സ്റ്റാർച്ച് ഫോം ചെയ്യും. ഇപ്പം നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കാം, നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ 2 ഫേസ് ഉണ്ട്, ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഫസ്റ്റ് ഫേസിൽ എന്താണ്? നമ്മുടെ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുകയാണ്, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്, H2O O2 ആയിട്ട് സ്പ്ലിറ്റായി പോവുകയാണ്. അപ്പം എങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്? അണ്ടർ ദി പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. അപ്പം ഈ പ്രോസസ്സിനെ പറയുന്നതാണ് ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, അതിനകത്ത് സ്പ്ലിറ്റിംഗ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അപ്പം ഈ പ്രോസസ്സിൽ കിട്ടുന്ന ഓക്സിജൻ എന്തായിരിക്കും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. ഈ ഹൈഡ്രജൻ എന്തായിരിക്കും? ക്ലോറോഫിലോ അല്ലെങ്കിൽ അവിടെ ചേർന്ന് ആ ലീഫിൽ തന്നെ ഇരുന്ന് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറും. അത് മേ ബി ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സം അൺനോൺ കോമ്പൗണ്ട്സ്. അപ്പോൾ H2 വേറെ ഏതോ കോമ്പൗണ്ട്സുമായിട്ട് മാറുകയാണ്, പേര് അറിയില്ല, അപ്പം ആ കോമ്പൗണ്ട്സുമായിട്ട് മാറുകയാണ്. ഇതാണ് ഫസ്റ്റ് ഫേസിൽ നടക്കുന്നത്. സെക്കൻഡ് ഫേസിൽ എന്താണ്? ഈ കോമ്പൗണ്ടും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് ഷുഗറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നു. അതാണ് സെക്കൻഡ് ഫേസ്. അപ്പം ഇതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ഫോർ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എന്ന് പറയുമ്പം ലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഈ രണ്ട് ഇത് പിന്നെ ടെമ്പറേച്ചർ വേണം. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെമ്പറേച്ചർ ആകുമ്പം 0 to about 60 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പോൾ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ടെമ്പറേച്ചർ എബൌട്ട് 50 or 60 ഇടയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞതിനും ഇതിനകത്ത് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് എഫിഷ്യൻസി വളരെ കുറവാണ്. ഓക്കെ.